ഓണക്കാലത്ത് ഇത്തവണയും AY കാർഡ് ഉടമകൾക്ക് ഓണക്കിറ്റ് നൽകാൻ ആലോചിക്കുന്നതായി ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ പറഞ്ഞു. വില കൂടുന്ന സാഹചര്യത്തിൽ ഓണക്കാലത്ത് സബ്സിഡി നിരക്കിൽ 1 ലിറ്റർ വെളിച്ചെണ്ണ നൽകുന്ന കാര്യം സപ്ലൈകോ പരിഗണിക്കുന്നതായി മന്ത്രി അറിയിച്ചു. സപ്ലൈകോയിലും വെളിച്ചെണ്ണ ഒഴികെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും സുഭിക്ഷമായി വന്നിട്ടുണ്ട്. മാർക്കറ്റിൽ നന്നായി ഇടപെടുക വിശേഷിച്ച് ഓണക്കാലം ഓഗസ്റ്റ് മാസം സെപ്റ്റംബർ 5-ന് ഉള്ളിലുള്ള ആ കാലയളവിൽ വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ന്യായവിലയ്ക്ക് ലഭ്യമാക്കാനുള്ള നടപടികൾ ദ്രുതഗതി നടന്നുകൊണ്ടിരിക്കുകയാണ്. അരി വിതരണമാണെങ്കിലും അതോടൊപ്പം തന്നെ മറ്റ് വ്യഞ്ജന സാധനങ്ങളെല്ലാം ലഭ്യമാക്കാൻ ടെൻഡർ നടപടിയിലാണ്. വെളിച്ചെണ്ണയുടെ ടെൻഡർ 21 തിങ്കളാഴ്ചയായിരുന്നു. അതിൻ്റെതുമായി ബന്ധപ്പെട്ട് സപ്ലൈകോ വഴിയുള്ള ലഭ്യതയെ സംബന്ധിച്ച് വ്യക്തമായി തീരുമാനിക്കാൻ കഴിയും. ഒരു കാര്യം ജനങ്ങൾക്ക് ഉറപ്പിക്കാം, ഏത് സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ വില കുറച്ച് സപ്ലൈകോ വഴി വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കും. ഈ വെളിച്ചെണ്ണയ്ക്ക് സബ്സിഡി കൊടുക്കുന്ന കാര്യമെല്ലാം സർക്കാരോ സപ്ലൈകോ പരിഗണിക്കുന്നുണ്ട്. സപ്ലൈകോ അതിനെ സംബന്ധിച്ചുള്ള നിർദ്ദേശം ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ കൊണ്ടുവരും. ഇപ്പോൾ നമ്മൾ 1/2 ലിറ്റർ വെളിച്ചെണ്ണയാണ് കൊടുക്കുന്നത്. അത് വർദ്ധിപ്പിക്കാൻ കഴിയുമോ, കൂടുതൽ സബ്സിഡി കൊടുക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം ബഹുമാന്യായ മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് അതിനനുസരിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തും. മറ്റൊരു ഓണത്തിന് ഇപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ AY കാർഡുകൾക്കാണ് കിറ്റ് കൊടുത്തത്. അപ്പോൾ കിറ്റ് ഇത്തവണ ഓണത്തിന് കിറ്റുണ്ടോ, എന്താണ് അതിനെ സംബന്ധിച്ച് ക്യാബിനറ്റ് തീരുമാനിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും ദുർബല ജനവിഭാഗങ്ങളെ ഗവൺമെൻറ് ചേർത്ത് നിർത്താൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനമായിരിക്കും ആലോചിക്കുന്നത്. ഈ ഓണക്കാലത്ത് ഈ വിപണി ഇടപെടൽ ശക്തമായി തുടരാനാണോ തീരുമാനം? വിപണി ഇടപെടൽ ശക്തമായി നടത്തും എന്നുമാത്രമല്ല, കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പ്പും അടക്കമുള്ള വെളിച്ചെണ്ണയുമായി ബന്ധപ്പെട്ട് അതുപോലെ ക്വാളിറ്റി മോശമായത് അതിനെ സംബന്ധിച്ചുള്ള പരിശോധന കർശനമാക്കിയല്ലോ. അത്തരം കാര്യങ്ങൾ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ഗവൺമെൻറ് ചെയ്യും. ഓണക്കാലത്ത് കിറ്റ് നൽകുന്ന അടക്കമുള്ള കാര്യങ്ങൾ മന്ത്രിസഭ ആലോചിച്ച് പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ ഭക്ഷ്യമന്ത്രി GR അനിൽ പറയുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് മനീഷിനൊപ്പം R. ശ്രീജിത്ത്, 24.